അമ്മ ഇതേ രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. എന്താ അമ്മ രാവിലെ കഴിക്കാൻ? ഇന്ന് രാവിലെ ലൈറ്റായിട്ടുള്ള ഫുഡാട്ടോ ഇന്ന്. എന്താ? ഇന്ന് രാവിലെ അതേ കടുങ്കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, ഏത്തപ്പഴം ഞാൻ പുഴുങ്ങിയത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പോരെ, പിന്നെ കുറച്ച് നട്ട്സ് വേണേ തരാം. മതി മതി. ലാവിഷായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്നല്ലേ എങ്ങനെയല്ലണ്ടേ? സമയം പോവും. വേന്നാട്ടെ. ഞാൻ റെഡിയായി. ഞാൻ റെഡിയായി. ചേച്ചി എവിടെ എണീക്കാണ്ടിരിക്കുന്നത്? പിന്നെ എനിക്കിരുന്ന് ഞാൻ എന്നാ പോയി റെഡി ആവ്. രാവിലെ അവളുടെ ബൂമ്പൂഞ്ചാച്ച വിളിച്ചോണ്ടിരുന്നു. ബൂമ്പും ചാച്ച ചേർത്തി എനിത്തേയും കൂടെ എണീക്ക് വന്നിട്ട്. രാവിലെ എണീറ്റിട്ട് വണ്ടിയുടെ ഷട്ടറൊക്കെ തുറക്കും ഡ്രൈവർ. നല്ല ഐസ് പോലുണ്ട്, നല്ല തണുപ്പുണ്ട്. ഗ്ലാസ്സൊക്കെ ഫുള്ള് മഞ്ഞ് പിടിച്ചിരിക്കുക. ഇന്നലെ രാത്രി നമ്മളിത് ഈ ദാബയുടെ അടുത്തുണ്ടെന്നാണ് വണ്ടി ഇട്ടത്. രാവിലെ ഇപ്പോൾ വണ്ടിയെല്ലാം പോയി, നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടിയും പിന്നെ വേറെ 1-2 വണ്ടിയും കൂടെ ഉണ്ട്. ഇതേ നമ്മുടെ വണ്ടി, വേറെ 3 വണ്ടിയും കൂടെ ഉള്ളൂ. ബാക്കി എല്ലാ വണ്ടിയും പോയി. രാത്രി വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഇവിടെ. ഇപ്പോൾ അതെല്ലാവരും പോയി രാവിലെ ആയപ്പോൾ. രാവിലെ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഗ്ലാസ് ഉടയ്ക്കാൻ പോകാൻ. അതെ, പെട്ടെന്ന് പണി ചെയ്താൽ ബാക്കി പണി പെട്ടെന്ന് തരാം. അതെ, ഇനി വേണ്ടേ? ഇനി കഴിഞ്ഞു. എനിക്ക് ഗ്ലാസ് തടയിലും വെള്ളം എടുക്കലൊക്കെ പണിയുള്ളൂ. അത് കഴിഞ്ഞേ ഗ്ലാസ് കൂടെ തുടച്ചാൽ മതി. ഇവിടെ ഇരുന്നുണ്ടല്ലോ സുഖ. അകത്ത് ഇതിലും തണുപ്പുണ്ട്. അതെ, അങ്ങോട്ട് തണുപ്പുണ്ട്, കാരണം വെയിലടിക്കുന്നില്ലല്ലോ. ഇവിടെ വെയിലുള്ളതുകൊണ്ട് ചൂടാ. ക്യാബില് വെയിലാണെങ്കിൽ നല്ല ചൂടുവാ, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പാ. അതെ, എന്തായാലും വെയിലായതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ട്. കമോൺ, പെട്ടെന്ന് ഗ്ലാസ് തുടയ്ക്കൂ. തുടയ്ക്കുവാ. തുടയ്ക്കണമെങ്കിൽ കാലൊക്കെ ഒന്ന് പൊക്കണം. തുടയ്ക്കണമെങ്കിൽ കാലൊക്കെ ഒന്ന് പൊക്കി തുടയ്ക്കണം, എന്നാലേ എത്തുള്ളൂ. കുറച്ച് എത്തി വരെ നീ ഒന്ന് തുടച്ചോ. ഇല്ലെങ്കിൽ എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ അകത്ത് കയറിയിട്ട് ബാക്കി പകുതി താത്തിട്ട് തുടച്ചില്ല. ഇത് എത്തുന്നുണ്ട്, അങ്ങോട്ട് എത്തുന്നുണ്ട്. എന്നേ മുട്ട ഞാൻ ലാസ്റ്റേ തരത്തുള്ളൂ. മുട്ട കഴിച്ചാൽ പിന്നെ നീ വേറൊന്നും കഴിക്കില്ല. നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഇവിടെ മധ്യപ്രദേശിലെ ചെറിയൊരു വീട് കാണാൻ കയറിയതാണ്. പാല് കിട്ടുമെങ്കിൽ പാലൂടെ നോക്കാമെന്ന് ഓർത്തിട്ട്. ഈ വീടിൻ്റെ സൈഡിൽ തന്നെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കപ്പളങ്ങ നിൽക്കുന്നു. ചോളം എനിക്ക് തോന്നുന്നു പശുവിന് കൊടുക്കാനായിട്ട് പിന്നെ കെട്ടി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മധുരക്കിഴങ്ങ് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരിത് അവിടെ പറിച്ചുകൊണ്ടിരിക്കുക. ഞാനും അച്ഛൻ അമ്മയും താമിക്കുട്ടിയും കൂടെ ഇറങ്ങി വന്നുള്ളൂ. ചേച്ചിയും അച്ഛമ്മയും കൂടെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന്. ഇവിടെ കുറേ കൃഷിയുണ്ട്. ചീരയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, സാദാ കിഴങ്ങുണ്ട്, പിന്നെന്താ ഉള്ളിയുണ്ട്, ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ അതെ വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്ക കണ്ടോ, വെണ്ടയ്ക്ക കൃഷിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പാല് മേടിച്ചു, 1 ലിറ്റർ പാല് മേടിച്ചു, 50 രൂപയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് മധുരക്കിഴങ്ങ് പറിച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ മധുരക്കിഴങ്ങ് മേടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതെ നമ്മൾ എല്ലാം മേടിച്ചിട്ടിറങ്ങി. പാൽ എൻ്റെ കയ്യിലുണ്ട്, ബാക്കിയൊക്കെ അമ്മയുടെ കയ്യിലാണ്. പാലും മധുരക്കിഴങ്ങും കപ്പളങ്ങ പഴം ഉണ്ടായിരുന്നു, അപ്പം അതുമൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം. മുത്തേൻ്റെ ഫാമിലി വ്ലോഗിൻ്റെ ഹിമാചൽ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛാ പുറകോട്ട് പോയി കുറച്ച് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ ചെയ്യാൻ പോയതാണ്. ഞങ്ങൾ ലേഡീസ് എല്ലാം ഫ്രണ്ടിൽ കയറി. അതെ, ലേഡീസ് ഉള്ളിയാ. അതെ, നമ്മൾ മുമ്പേ ആ വീട്ടിൽ കയറിയപ്പോൾ അവരും ചോദിച്ചു ആങ്കൊച്ചാണോ എന്ന്. ഓട് മേഞ്ഞ വീടുകളൊക്കെ കാണുമ്പോഴേ നമ്മുടെ പഴയ വീടുകളുടെ കാര്യമൊക്കെ ഓർക്കുക. ആണോ? ആ, പണ്ട് താമസ വീടൊക്കെ ഓർമ്മ വരുന്നു. ഓട് മേഞ്ഞ വീട്. അച്ഛമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നപ്പോ ഉണ്ടല്ലോ, ഞങ്ങള് രാത്രി വണ്ടി അടിച്ചോണ്ടിരുന്നപ്പോ അച്ഛമ്മ കുറെ പഴയ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്തായിരുന്നു. കോരിത്തോട്ടിന്ന് എന്താ അച്ഛൻ ഉണ്ടായ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അച്ഛൻ എന്നെ ഹോസ്പിറ്റൽ ജീവിതമോ. അപ്പൊ കോരിത്തോട്ട് നിൽക്കേണ്ട ആള് എന്തോ ഭാഗ്യത്തിന് ഡെലിവറിയുടെ തലേ ദിവസം മാസം തെറ്റി വന്ന് കാഞ്ഞിരപ്പള്ളി വന്ന് പ്രസവിച്ച കാര്യം പറയുന്നു. അതെ, അങ്ങനെയാണ്ട് എടുക്കണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് തലേന്ന് വന്നു. ഞാനും കൂട്ടുകാരത്തെയും കൂടെ ഞങ്ങള് കാഞ്ഞിരപ്പള്ളി താമസ കഥയൊക്കെ പറയുമായിരുന്നു. കൂട്ടുകാരത്തെ കാണാൻ ഞാൻ വന്നതാ. അന്നേരം അതെങ്ങനെയാന്നറിയാ, അച്ഛമ്മ കൂട്ടുകാരത്തിനെ കാണാൻ വേണ്ടി മറ്റുമ്മേനെയും കൂട്ടി, അച്ഛമ്മയുടെ ചേച്ചിയുടെ മറ്റുമ്മേനെയും കൂട്ടി 2 പേരെയും കൂടെ കൂട്ടി അവിടെ നിന്ന് പോന്നു.
അപ്പം അടുത്ത മാസമാണ് ഡേറ്റ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പത്തേക്ക് അതിന് അച്ഛമ്മയുടെ അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ലേ, പൊക്കോളാൻ പറഞ്ഞു. രണ്ടുപേരും വന്നു, കാഞ്ഞിരപ്പള്ളി വന്ന് വീട്ടിലൊക്കെ വന്ന് കൂട്ടുകാരോടെ സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചെറിയ വേദനയൊക്കെ തോന്നി, പക്ഷെ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് അതെ ഇനി ഒരു മാസം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് രാത്രി ആയപ്പോഴത്തേക്ക് വാട്ടർ ബ്രോക്ക് ആയി, വെള്ളം ബ്രോക്ക് ചെയ്ത്. അപ്പൊ പിന്നെ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോയി. അമ്മ അറിഞ്ഞോ അച്ഛമ്മ കന്യാകുമാരിക്ക് പോയിട്ടുണ്ട് നമ്മളൊന്നും ഇല്ലാണ്ട്? കന്യാകുമാരി ഞങ്ങൾ എരുമേലി താമസിച്ചപ്പോ അന്നേ ഇതൊക്കെ ഉണ്ടല്ലോ കുടുംബശ്രീയൊക്കെ, അങ്ങനെ അവിടുത്തെ ചേട്ടന്മാര് കൊണ്ടുപോയതാ ബസ് പിടിച്ച്. ബാക്കി കഥയും കൂടെ പറയും. ഞാൻ ഓർഡർ ചെയ്തേച്ച് വന്ന് പറഞ്ഞു കന്യാകുമാരിക്ക് പോകാനൊരു ഓർഡർ ചെയ്തിട്ടുണ്ടെന്നോ. ബുക്ക് ചെയ്തെന്നാ? അതെ, ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു. ആരോട് ചോദിച്ചാ ബുക്ക് ചെയ്തെന്ന്? അച്ഛനോട് ആരോട് ചോദിക്കാനാ? നമ്മളാരോട് ആരോട് ചോദിക്കാനാ? നമ്മളല്ലേ തീരുമാനം എടുക്കുന്നത്. ആ ഞാൻ ബുക്ക് ചെയ്തേച്ച് വന്നു, അവരുടെ പോയി. എനിക്കെന്നാലും കന്യാകുമാരിക്കൊക്കെ ഒന്ന് പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അച്ഛമ്മയുടെ ഹണിമൂൺ എങ്ങോട്ടാണെന്നറിയോ? കോട്ടയം. കോട്ടയം വരെ വന്നില്ലേ? അന്ന് ഇവര് കാഞ്ഞിരപ്പള്ളിയല്ലേ താമസിക്കുന്നേ. അപ്പൊ ഞങ്ങള് പോകുന്ന കോട്ടയത്തിന്. സിനിമയ്ക്കൊക്കെ പോയോ? ഹണിമൂണ്. ഓ സിനിമയ്ക്കൊന്നും പോയില്ല. അല്ല അമ്മ ഡെലിവറിയുടെ തലേ ദിവസം സിനിമയ്ക്ക് പോകാൻ വേണ്ടി പപ്പ വിളിച്ചാ വേണ്ട വയ്യ വരുന്നില്ലെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന. അച്ഛൻ അറിയാതെ ബീഹാലാല് പോയി. ബീഹാലോ? അതെങ്ങനെ പോയി? അത് ഞാനും മറ്റേ ലാലി വീടിന്റെ ഉടമസ്ഥ ഞങ്ങള് 3-4 പേര് കൂടെ ബീഹാലാലിന് പോയി ജീപ്പൊക്കെ പിടിച്ച്. പുള്ളിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നത്, ആ പുള്ളിയുടെ കൂടെ പോയി. അതെ. കപ്പയൊക്കെ പുഴുങ്ങി ഉണക്കമീനൊക്കെ വെച്ച് സമ്മന്തിയൊക്കെ ഇടിച്ച് ചമ്മന്തി ഇടിച്ച് അങ്ങനെ ഞങ്ങള് എന്നാ ടേസ്റ്റ് ആയിരുന്നു അറിയാലോ. അവിടെയൊക്കെ ചെന്ന് വിശന്നിരുന്ന് കഴിച്ചപ്പോഴേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതൊരു വ്യത്യസ്ത വീഗാലാൻഡ് യാത്രയായിരുന്നു കേട്ടോ. അമ്മയ്ക്കേ ഇപ്പൊ മനസ്സിലായോ എനിക്ക് എവിടെ നിന്ന് സ്വഭാവം കിട്ടിയെന്ന്? പറയാണ്ട് ട്രിപ്പ് പോന്നേ. ഞാനും ഒന്ന് പോയായിരുന്നു ഒരു കൊല്ലം, ഇപ്പൊ ഒരു കൊല്ലം ആവുന്നു. ഒന്ന് വീട്ടിൽ പറയാണ്ട് കൊളുക്കുമല വരെ പോയതാ, തന്നെ സോളോ ട്രിപ്പ്. കോളേജിൽ നിന്ന് അവധിയായിരുന്നു, അപ്പൊ ഞാൻ നേരത്തെ കേറിയിട്ട് അങ്ങ് പോയി. അതെ അച്ഛനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോകുന്ന. ഇല്ല ഞാൻ ആ സമയത്തുണ്ടല്ലോ, ഞാൻ വീട്ടില് അതുപോലെ എവിടെയെങ്കിലും പോണോന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ബാക്കിയുള്ള വീട്ടിലൊരു 100 തവണ ചോദിച്ച് പിടിച്ച് പോട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ പാവം നിങ്ങളോടൊക്കെ എല്ലാം ചോദിച്ചു പോകുന്നോണ്ട് ഇവരുടെ കൂടെ മാത്രമേ എന്റെ ട്രിപ്പ് നടക്കുന്നുള്ളൂ. അങ്ങനല്ല, രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മള് ട്രിപ്പ് പറയാണ്ടൊക്കെ പോകുമ്പോ നല്ല സുഖമാണ്. ഇതെന്നാന്നറിയോ, ഇവിടെ കോളേജ് കഴിഞ്ഞ് അവധി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പോവാം. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റും. അതെ, ഞാൻ പോകുന്നതിന് 1 മാസം മുമ്പോട്ടേ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ ട്രിപ്പ് പ്ലാൻ ഉണ്ട്, ഞാൻ തന്നെ പോകുന്നൊക്കെ. പക്ഷെ അച്ഛൻ അത് വിശ്വസിച്ചില്ല. ചേച്ചേ തന്നെ പോവാന്നുണ്ടേ എനിക്കാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. 3 ദിവസത്തെ ട്രിപ്പാ. ഇപ്പൊ മൂന്നാമത്തെ ദിവസം ഞാൻ തിരിച്ചു വരുള്ളൂ. എന്നിട്ട് വീട്ടിലെല്ലാം പറഞ്ഞ് ശീലിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുമോ? എന്നിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഞാൻ ബസ്സൊക്കെ കയറിയപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ട്രിപ്പ് പോയത്. അല്ല അമ്മേനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെയാ, ഞാൻ തിരിച്ചു വന്നോണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴപ്പോഴോട് പറഞ്ഞത് അതൊരു പിടിച്ചു പറയാണ്ട്. അയ്യോ അപ്പൊ എന്തെങ്കിലും പറഞ്ഞാലും അത് ഞാൻ പിന്നെ മിണ്ടിയില്ല, ഒന്നും പറയല. എന്നാലും നമ്മളങ്ങനെ ഒന്ന് ഓർത്തു ഒരു സേഫ്റ്റിക്ക്. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ പറയാന്ന്. എങ്ങനെ തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസമാണോ പൊന്നെ വിളിച്ചത്? അല്ല അതിന്റെ പിറ്റേ ദിവസം. അല്ല പിറ്റേ ദിവസം ഞാൻ വിളിച്ച്. ശരിയാ, പിറ്റേ ദിവസം ഞാൻ വിളിച്ചു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ബസ്സൊക്കെ കയറി. അതോ ബസ്സിലാണെങ്കിൽ തിരക്ക്, ആ സൂര്യനെല്ലിന്ന് തേനി വരെ ബസ്സിന് വരണം, മുടിഞ്ഞ തിരക്ക്. നിൽക്കാൻ പോയിട്ട് ഒരു കാലം വെക്കാൻ പോലെ ഇടയില്ല. അതിൻ്റെ ഇടയിൽ കയറുന്നുണ്ട്. എനിക്കാണെങ്കിൽ പറയാനായിട്ട് ഭയങ്കര സങ്കടം. അപ്പം ഞാൻ പിന്നെ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഞാൻ ട്രിപ്പ് പോയേക്കായിരുന്നു, ഞാനിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ രാവിലെ മേടിച്ച പാലുകൊണ്ട് അമ്മ ചായ വെക്കാൻ പോവാണ്. നിങ്ങൾ പതുക്കെ ചായയൊക്കെ വെച്ചോ, ഞാനും ദാമിയും കൂടെ ഒരു വാക്കിന് പോവാം. മുത്തുചേച്ചി എന്ത് ദാമി ഒങ്ങുവാനോ? അപ്പോൾ ചേച്ച കിടന്ന് ഉറങ്ങി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും. ദാമി തണുക്കുന്നുണ്ടോ? ദാമി ഉണ്ടോ? ഇല്ലേ? ചെറുതായിട്ട് ഇല്ലേ? ദാമിക്ക് ഇന്ന് തണുപ്പൊന്നുമില്ല, അതുകൊണ്ട് സ്വെറ്റർ ഒന്നും ഇട്ടില്ലെന്ന്. കയറി പോവാണോ?
തണുക്കുന്നോ? എന്നാ നമുക്ക് ഈ ജാക്കറ്റ് ഇടാം. ജാക്കറ്റ് ഇടണോ? വേണോ? എന്നാ നമുക്ക് വണ്ടിക്കകത്ത് പോവാം. എവിടെയാ? ജാക്കറ്റല്ലേ ഇന്നലെ ഇട്ടത്, അതിൻ്റെ ഇടയിലുണ്ടല്ലോ. ഇന്നലെ അതിൻ്റെ മേത്ത് തന്നില്ല ജാക്കറ്റ് ഇടാൻ. വേണ്ട. അത് വേണ്ട, അതെന്താ? എന്നാ പൊഞ്ചച്ചയുടെ ജാക്കറ്റ് ഇട്ടെ. ഓ തരിയല്ലടി. ജാമിയുടെ ജാക്കറ്റ് എടുത്തിട്ട്. ജാമിക്ക് എത്ര ജാക്കറ്റാ മേടിച്ചത് ഞാൻ? ഏതു മതി? എൻ്റേതോ? ഒന്ന് ആലോചിക്കട്ടെ തരണമെന്ന്. ചായ വേണോ ദാമി? ചായ വേണോ? നമുക്ക് ചായ വേണോ? പാൽ ചായ വേണോ? ഉറക്കപ്പറ. വേണോ? എന്നാൽ അതിൻ്റെ വീട് ഉണ്ട്, ചായ എന്തെങ്കിലും ചോദിക്കാം. ചായയൊക്കെ കുടിച്ച് നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ട് നടക്കാം കേട്ടോ. വേണ്ട, നടക്കണ്ടേ? എന്നാൽ നടക്കണ്ട, നമുക്ക് വണ്ടിക്കകത്ത് കയറിയിരിക്കാം. നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം ഫുഡൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല, കടയിൽ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. നല്ല തണുപ്പുണ്ട്, ചുമ പണി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയാൾ ഫുഡ് മേടിക്കാൻ തീരുമാനിച്ചു. 2 റൊട്ടി തന്നെയാലും മേടിക്കാമെന്ന് വെച്ചു. ഇങ്ങനെ ഇതാണ് നമ്മുടെ ധാബ. ഒരാൾക്ക് വേണ്ട സാധനം കണ്ടുപിടിച്ചു. ആ കടൽ ലേസിൻ്റെ അങ്ങനത്തെ സാധനമൊന്നും ഇല്ല ദാമി, അതൊക്കെ ചുമ്മാ പറ്റിക്കാൻ വെച്ചേക്കുന്ന കേട്ടോ. അല്ല, ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾ ഇതുപോലത്തെ ധാബയിൽ ഫസ്റ്റ് കയറുന്ന എപ്പോഴാണെന്ന് അറിയോ? അങ്ങനത്തെ ഇതുപോലത്തെ ധാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ബെഡ് പോലെ കട്ടിലിട്ടിട്ടുള്ള ധാബയിൽ കയറുന്നത്. ലഡാക്ക് നോമ്പല്ലേ? അല്ലല്ല, നീ എപ്പോഴാണ്? ഞാൻ ഗുജറാത്തിൽ പോയപ്പോഴാദ്യം ഞാൻ ലഡാക്ക് നോമ്പഴാണ് കയറുന്നത്. അതിനൊന്നുമില്ല, നമ്മളിങ്ങനെ പോകുമ്പോൾ നോർമലി ഏതെങ്കിലും ധാബയിൽ നിർത്തി കഴിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പം ഈ സീറ്റയിൽ പോയി ഇരുന്ന് കഴിച്ചിട്ടില്ല. അത് ഫസ്റ്റ് ഗുജറാത്തിന് പോയപ്പോൾ നല്ല രസമായിരുന്നു. അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ലഡാക്ക് നോമ്പ് പക്ഷെ നല്ലായിരുന്നു. പഞ്ചാബിൽ വെച്ചാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കയറുന്നത്. അത് തിരിച്ചു വരുമ്പോൾ എന്തായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല തിരിച്ചു വരുമ്പോൾ എന്തായിരുന്നു, പക്ഷെ നല്ല രസമായിരുന്നു. ഗുജറാത്തിന് പോയപ്പോഴും ധാബയും ഞാൻ ഓർക്കുന്നുണ്ട്, ആ റൂട്ടിൽ എവിടെയും കണ്ട. പിന്നെ കഴിഞ്ഞാണ് ഞങ്ങൾ ഡിസംബറിൽ കാശ്മീർ വന്നില്ല, അച്ഛമ്മയുടെയും കൂടെ ഞാൻ പോയപ്പം. അത് നല്ലായിരുന്നു. അവിടെ ഒരു ധാബയിൽ കയറി കാശ്മീരും തിരിച്ച്, അതും പഞ്ചാബിൽ വെച്ച് കണ്ടായിരുന്നു. അത് പക്ഷെ നല്ലൊരു ധാബയായിരുന്നു, നല്ല രസമായിരുന്നു. അത് ഇരിക്കാനായിട്ട് ബെഡ് പോലെ കിടന്നിറങ്ങാൻ തോന്നുന്നു. ഇത് പക്ഷെ സുഖമാണ്, നല്ലൊരു ധാബയാ. അതെ, അപ്പം ഇതിന് ഫൗജി ധാബയും കണ്ട. അങ്ങനെ എന്തോ പേര്. അപ്പം ഞാനിരിക്കുക അതെ, മാതാശ്രീ വരുന്നുണ്ട്. അതെ, മാതാശ്രീ പാത്രവും കൊണ്ട് വരിക. അതന്നെ, റൊട്ടി മാത്രമേ മേടിക്കുന്നു. അതെ, റൊട്ടി മാത്രമേ മേടിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ തന്നെ പാത്രത്തിൽ മേടിച്ചേക്കാം. അല്ല, ഒരു കറിയും പറഞ്ഞു. കറിയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, അവന് വണ്ടി ഇരുന്ന് കഴിക്കാനാ, തണുപ്പായതുകൊണ്ട് വെളിയിലിരിക്കുന്നില്ല. ഒരു മട്ടർ പാലക്കോ അങ്ങനല്ലേ എൻ്റെ പേര്? അതാന്ന് തോന്നുന്നു. അതന്നെ, അത് പറഞ്ഞിട്ടുണ്ട്. റൊട്ടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം വണ്ടി ഇരുന്ന് കഴിക്കാന്ന് വെച്ചു. അതെ, ചേട്ടനത് പ്ലേറ്റിലെടുത്തായിരുന്നു. പ്ലേറ്റിലെടുത്തായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. അത് പാത്രം കൊണ്ടുവരുമെന്ന്. ഇതാകുമ്പോൾ കഴിച്ചിട്ട് നമുക്കങ്ങ് പോവാലോ. ഞങ്ങളുടെ കൊച്ചു വളർത്തി തണുത്ത് ചുരുണ്ട് കൂടി. ദാമി ഒരു ഹായ് പറ, ഒരു ഹായ് പറ. ദാമിയും ഉറങ്ങി എണീറ്റുള്ളൂ, അതിൻ്റെ ക്ഷീണ. അമ്മ വിചാരിച്ചു തന്തൂരിയാന്ന്. അമ്മക്ക് തന്തൂരി കഴിക്കാൻ ഭയങ്കര മടിയാ, കട്ടിയാന്ന് പറഞ്ഞോണ്ട്. ആവി പറക്കുന്ന ചൂട് റൊട്ടി റെഡി. ഇത് ഇവിടെ ഇതുപോലെ കയറ് കിട്ടിയ കട്ടിലുണ്ട്, അല്ലാത്ത ഇതുപോലത്തെ തടിയുടെ ഉണ്ട്. ഈ തടിയിടത്തെ കട്ടിലാണ് സുഖം, മറ്റത്തിരിക്കാൻ അത്ര സുഖമില്ല. അപ്പോൾ നമ്മുടെ റൊട്ടിയും കറിയൊക്കെ കിട്ടി, നമുക്ക് തിരിച്ച് വണ്ടി എടുത്തോട്ട് പോകാം. ദാമിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് ഓടട്ടെ. ഇവിടെ കുറച്ച് പേര് തീ കായുന്നുണ്ട്, നല്ല തണുപ്പ്. നീ വല്ല സ്വെറ്ററും എടുത്തിടും കേട്ടോ, ബാക്കി എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ട് ഇടണം. ഞാനിപ്പോൾ ഇവിടെ വരല്ലേ ഉള്ളൂ എന്നോർത്തിട്ട് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട്, കണ്ടത് ഇവരിവിടെ ഇരുന്ന് തീ കായുക. ബാദാമി കറിക്കോ. അപ്പോൾ ഫുഡൊക്കെ എല്ലാവർക്കും എടുത്തോ? ഞാനും ദാമി ഇവിടെ സെറ്റിലായി. ദാമിക്ക് തണുക്കുന്നു. അമ്മയ്ക്ക് റൊട്ടി മതി, കഞ്ഞിയൊന്നും വേണ്ടേ? ആലു റൊട്ടിയായിരുന്നു ഇഷ്ടം. അതെ, എനിക്ക് ആലു റൊട്ടിയായിരുന്നു ഇഷ്ടം. ആലു പാലക്കോ ഉണ്ടായിരുന്നു, പക്ഷെ ഇതാ പറഞ്ഞേ, എനിക്ക് മാത്രമേ ഇഷ്ടം. അല്ലല്ല, ഞാൻ വിചാരിച്ച അമ്മ അവിടെ നിന്ന് അച്ഛമ്മയ്ക്കായിരിക്കും എടുത്തു കൊടുക്കുന്നത്. എന്ത് ഭർത്തൃസ്നേഹം നോക്കി, നേരെ പാവ അമ്മായിയമ്മയ്ക്ക് കൊടുത്തില്ല. അതെ, ആദ്യം ചോദിച്ചാൽ കൊടുക്കുന്ന അമ്മായിമേന്നൊന്നുമില്ല.
അതെ, മരുമോക്ക് സപ്പോർട്ട്. എനിക്കുണ്ടല്ലോ, എനിക്കിത്തിരി ഒരു മുട്ട പൊരിച്ച് കിട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കും അവക്കും. കറി മേടിക്കണ്ടായിരുന്നല്ലോ, മുട്ട പൊരിച്ചതും കൂട്ടി കഴിച്ചാൽ മതിയായിരുന്നു. അതെങ്ങനെ ഉണക്ക റൊട്ടിയും മുട്ടയും കൂടെ കഴിക്കണേ? ഉണക്ക റൊട്ടി അല്ല, മയുള്ള റൊട്ടി, എന്നാലും ഡ്രൈ അല്ലേ? ഡ്രൈ അല്ലേ? കൈ കിട്ടോ? ദാമീനെ പുതപ്പിച്ചിരുത്താൻ പോവാ. ഭയങ്കര തണുപ്പാ ദാമിക്ക്. ഇത്ര നേരം പുതച്ചു മൂടി കിടന്നോണ്ട് ആ ചൂട് പിടിച്ചേ. അതെ, എന്നാൽ അത്ര വണ്ടിക്കകത്തൊന്നും അധികം തണുപ്പില്ല. അതെ. ഇതെന്നാ കിളിയുടെ മുട്ടയാണോ കോഴിയുടെ ഒന്നും അല്ലേ? ഇത് ഒരു മുട്ടയ്ക്ക് 20 രൂപയാ. ഇതെന്ത് മുട്ടയാണോ കോഴിമുട്ടയാണോ ഒന്നും അല്ല കാര്യം, നല്ല മുട്ടയായിരുന്നു, നാടൻ കോഴിമുട്ട. എന്നാ 2 എണ്ണം കൂടെ എടുത്തു. ഒരെണ്ണം എനിക്ക് കൊടുത്തില്ലല്ലോ. ദാമിക്കും വേണ്ടേ? ദാമിക്ക് ഒരെണ്ണം എടുത്തോ. അച്ചക്ക് ഇപ്പൊ ഇതൊന്നും വേണ്ട. ചിക്കൻ ഉണ്ട്, റൊട്ടിയുണ്ട്, ഡാൽ പാലക്കുണ്ട്. പ്രോട്ടീൻ കഴിച്ചോ. അപ്പം അച്ഛയും അമ്മയും ദാമിയും അച്ഛമ്മയും ഫുഡ് കഴിക്കാനിരുന്നു. പൊന്നും അവിടെ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഗൈസ്, ഇവളുടെ ഓംലേറ്റ് വട്ടത്തിലല്ല ഇരിക്കുന്നത്. ഇത് ഞാൻ എന്ത് ചെയ്യാൻ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്? ഷേപ്പൊന്നുമില്ല. ഷേപ്പൊന്നുമില്ല, വലിയ പാനാ. എന്താ പൊന്നു ഇത്? അമ്മ ഇതിന്റെ തവി എന്ത് തിരിച്ചിരുന്നു? അതിൻ്റെ അടിയിലുണ്ട്, താഴത്തെ കബോണ്ടിനകത്ത്. എല്ലാവർക്കും ഓരോ മുട്ട വേണമെന്ന് കേട്ടോ പറഞ്ഞേ. ഫസ്റ്റ് അച്ഛനും വെച്ചോ. അച്ഛക്ക് ഹാഫ് ബോയിൽ വേണോ ഓംപ്ലേറ്റ് വേണോ? ഇത് ഹാർട്ട് ഷേപ്പിലുള്ള മുട്ടയാണ്. വന്ന് നോക്ക്, കണ്ടോ എവിടെയൊക്കെ ഒരു ഹാർട്ട് ഷേപ്പ് ഇല്ലേ? എന്തോ അബദ്ധത്തിൽ ഇതിങ്ങനെ ആയി. അല്ലല്ലേ, അച്ഛക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം അച്ഛയുടെ ആയതുകൊണ്ട് അച്ഛക്ക് പ്രത്യേകം മുട്ട. അയ്യോ, വൈകുന്നേരം വരെ കിടന്നുറങ്ങിയത് കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി കിട്ടി, രാത്രിയിലത്തെ ഡ്യൂട്ടി കിട്ടി. അതുകൊണ്ട് ഞങ്ങളിവിടെ സാവധാനമായി വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി പാട്ടൊക്കെ വെച്ചിരിക്കണം. നോക്കിപ്പോക്കോ, വഴിയില് പശു ഉണ്ടെന്നാ പറഞ്ഞേ. പശു ഉള്ളതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പശു ഉള്ളതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇത്തിരി തണുപ്പുണ്ട്, എനിക്ക് മൊത്തത്തിൽ തണുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സോക്സ് ഒക്കെ ഇട്ട് സ്വെറ്ററൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുക. ലോറിയിലാണ് ഉണ്ടല്ലോ, ഇത്രയും തണുപ്പടിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ബസ്സിൻ്റെ ഗ്ലാസ് വലുതാ, അതുകൊണ്ട് തണുപ്പ് കുറച്ച് കൂടുതലാണ്. ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ വരും. എനിക്കും തണുക്കുന്നുണ്ട്. സൈഡിൽ വന്നിട്ട് ക്യാബിൻ ഫുള്ള് തണുത്തിരിക്കുക. സമയം ഇപ്പോൾ ഒരു 2 മണി ആവാറായി. വെളിയിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്നിപ്പം നൈറ്റ് കുറച്ചുകൂടെ ഓടിപ്പോകാൻ പോവാണ്. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.